വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആദ്യം വഴുതനങ്ങ കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ വഴുതനങ്ങയിലുള്ള കറ നമുക്ക് നല്ലതല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് അതിന്റെ കറയൊക്കെ പോകുന്നതാണ് പണ്ടുള്ളവർ പറയുന്നത്. അപ്പൊ മഞ്ഞൾപ്പൊടിയിൽ ഒരു 5-10 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം നമുക്ക് എടുക്കാം. എണ്ണയിൽ ജീരകം പൊട്ടിക്കുക. ഞാൻ രാവിലെ വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കിയപ്പോഴത്തെ ആ വറുത്ത എണ്ണയായത് കേട്ടോ കളർ കുറച്ച് മാറിയിരിക്കുന്ന. ഞാൻ 2 തവണ കൂടുതലൊന്നും സെയിം എണ്ണ ഹീറ്റ് ചെയ്യാറില്ല. അപ്പോൾ നല്ല എണ്ണ ആയതുകൊണ്ട് ഞാൻ അത് വെച്ച് കയറും. ബാക്കി സാധനങ്ങൾ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുക. ഇനി അടുത്ത് സവാള ഇടാം. സവാള ഇടുക. അപ്പോൾ പലപ്പോഴും ഈ 5 മിനിറ്റ് കറി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാൻ 10 മിനിറ്റ് എന്തായാലും എടുക്കത്തില്ലേ. ചിലപ്പോൾ ഉണ്ടാക്കാൻ 5 മിനിറ്റ് മതിയായിരിക്കും. പക്ഷെ ഇപ്പം എന്നെപ്പോലെ എനിക്കാണെങ്കിൽ അരിയാൻ കുറേ സമയം എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയോ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അരിയാൻ സെറ്റാക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കട്ട് ചെയ്ത കുറച്ച് വലിയ സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടും. പിന്നെ ഏറ്റവും അവസാനം കുരുമുളക് പൊടിയും കൂടി ഇടും. അപ്പം അത്ര നമ്മുടെ ഫ്രൈ അങ്ങനെയാണ്. അപ്പം ഇതൊന്ന് ഇളക്കിയിട്ട് ഞാനെന്നാൽ കുറച്ച് നേരം അടച്ചു വെക്കട്ടെ കേട്ടോ. എനിക്കുണ്ടല്ലോ ഈ വഴുതനങ്ങ വെണ്ടക്കയുടെ കൂടെ ഈ മല്ലിപ്പൊടി നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നാറുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഇടും. ഇപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കട്ടെ. പിന്നെ കുരുമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ആവട്ടെ. അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കിടിലം വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ബൈ.